ഇന്നത്തെ പരിപാടി മുകളിൽ കയറി തുടക്കാൻ. വാ. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതോ സാധനത്തിൻ്റെ മേലെയാണെന്ന് വിചാരിക്കണ്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷെൽഫിൻ്റെ മേലെയാണ്. അവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനത് കയറട്ടെ ഗൈസ്. പേടിക്കുണ്ടോയെന്ന് ചോദിക്കരുത്, പേടി മാത്രമേ ഉള്ളൂ. അവേ, നമുക്കിത് ഫുള്ള് ഇന്ന് വൃത്തിയാക്കണം. നമ്മളിപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കത് തുടങ്ങാമല്ലേ? വാ ഗൈസ്, ഇവിടെ പണ്ട് വാങ്ങിയ ലാപ്പിൻ്റെ ഇത് കാണാം. ഇന്ന് ഓണം പ്രമാണിച്ച് എല്ലാ റൂമിൻ്റെ എല്ലാ സ്ഥലവും നമ്മൾ വൃത്തിയാക്കുമെന്ന് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തരാം. ഇവിടെ പോയാൽ തീർന്നു കേട്ടോ. ഇത് വണ്ടീൻ്റെ ഇത് കിട്ടാന്ന് തോന്നുന്നു. അത് തോന്നുന്നു, എനിക്കറിയില്ല. സൈഡിൽ നോക്കാം. ഇനി പിന്നെ ഒരു ഇതുണ്ട്, പണ്ടത്തെയാണ്. താഴേക്കിടാം. ഹൈ സുഖം. നിങ്ങളെല്ലാവരും വായിക്കുന്നുണ്ടോയെന്നറിയില്ല. ബാലരാമ പണ്ടെപ്പോഴും വായിക്കുന്ന ബുക്കാണ്. ഇതും തായിൽ. ഇനി എൻ്റെ അമ്മേൻ്റെ എക്സ്റേ. എൻ്റെ അമ്മക്ക് അന്നെന്തോ വായിച്ച് എടുത്ത എക്സ്റേ. ഇതും തുണി മാറ്റി കഴിഞ്ഞാൽ തേച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 10ാം ക്ലാസ്സിൻ്റെ. ഇതും കത്തിക്കലാണ് പരിപാടി, അല്ലാണ്ട് പറയുന്നത് ചെയ്യാനൊന്നുമില്ല. അയ്യാ. അപ്പോൾ ഗൈസ്, നോക്കിയാൽ ഇപ്പം ഇത്രയേ ഉള്ളൂ കാണാൻ. ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത്. ഇതൊക്കെ എടുത്ത് താരിടാം. ഇതൊക്കെ എടുത്ത് താരിടാം. അവിടെ തലേ ഹലോ ഗൈസ്, അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ താലിട്ടു. ഇനി നമുക്ക് മാച്ചീനെ കൊണ്ട് അടിച്ചു വരേണ്ട പരിപാടിയാണ്. ഭയങ്കര ചൂടാണ് കാര്യം. ഇതാ നമ്മൾ അതിനിടക്ക് ഫുള്ള് സ്ഥലവും ആ ക്വസ്റ്റ്യൻ പേപ്പർ തേച്ച് നമ്മൾ ഇതാ താഴെ നല്ല ഡിസൈനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഫുള്ള് ഇനി മാച്ചി എടുത്തിട്ട് പൊടി തേച്ച് തീർത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. എന്നിട്ട് ചോറ് തിന്നതിന് ശേഷം നമുക്ക് എല്ലാ ഫാനിൻ്റെയും പൊടി കളയണം. അത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ ഉൾപ്പെടുത്താം, വേണമെങ്കിൽ പാർട്ട് 2 ഇറക്കാം. ക്യാമറ ഞാൻ ഇവിടെ വെക്കാം, എല്ലാം കാണാൻ പറ്റുന്ന വിധത്തിൽ. ഡേഞ്ചറാണ്. ഇതിനിടയ്ക്ക് ബാലരാമയും കൂടി ഉണ്ടായിരുന്നു. ബാലരാമ വായിച്ചാൽ നല്ലതാണ്. അതിൻ്റെ അത് കുറച്ച് കിസ്സും കോമഡികളൊക്കെ ഉണ്ടാവും. അത് നല്ലതാണ്, നല്ല വായിച്ച് ഇരിക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. ഇത് പണ്ടത്തെ ആയതുകൊണ്ടാണ്
ഇപ്പോഴത്തേണെങ്കിൽ ഞാൻ ചാടൂലായിരുന്നു. പണ്ട് ഞാൻ തന്നെ വായിച്ച് അതിൻ്റെ അകത്തെല്ലാം സോൾവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് പരമാവധി അതെല്ലാം വായിക്കാൻ ശ്രമിക്കുക കുട്ടികൾ. കാട്ടൻകുരി അവിടെ വെച്ചിട്ട് കാട്ടൻകുരിൻ്റെ ആവശ്യം ശരിക്കില്ല. നമുക്ക് വീടിനെടുക്കാം. നമുക്ക് ഇത്ര പൊടിയൊന്നും പോയാൽ പോരാ. ഇനിയും പൊടി പാട് പോകാണ്ട്. വണ്ണാമ്പിലുണ്ട്. ഞാൻ താഴെ ഇറങ്ങിയിട്ടൊന്നുമില്ല. സാഹസികമായ പ്രകടനങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗം കൂടി വൃത്തിയാക്കാനാണ് ഞാൻ ക്യാമറ എടുത്തിന്. ബട്ട് ഇത്ര വൃത്തിയായി പോരാ. ഏറ്റവും സൂം ചെയ്താൽ നമുക്ക് ആടെയെല്ലാം പൊടി കാണാം. പൊടി ഒരിക്കലും കാണാൻ പാടില്ല. നമ്മളൊരു പണി ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ക്ലീൻ ആയിരിക്കണം. പൊടിയൊന്നും തരുന്നതുകൊണ്ട് ഞാൻ അയച്ചളയുന്നു. പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിരിക്കണം നമ്മളൊരു പണി ചെയ്യുമ്പോൾ. സിമ്മാതിരി പണി ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ താഴെ കിടക്കും. നടു പിടിയൊന്നും ചെയ്യാറില്ലെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടിയെല്ലാം എങ്ങനെയെങ്കിലും കളയാനാണ് നമ്മൾ പോകുന്നത്. റൂമിൻ്റെ ടോപ്പായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മൾ വീട് ഫുള്ള് വൃത്തിയാക്കാനാണ് കുറച്ചെല്ലാം വൃത്തിയാക്കി താഴെ ഇറങ്ങിയിട്ട് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിനി ചോറ് തിന്നാൻ പോകും. ചോറ് തിന്നതിന് ശേഷം ഇതൊന്ന് സൂമാക്കിയാൽ നമുക്ക് ആ ഫാനിൻ്റെ പൊടിയെല്ലാം കാണാം. നിങ്ങളെ വീട്ടിലും ഇതേപോലെ ഫാനിൽ പൊടി ഉണ്ടാവും. ഈ പൊടിയിൽ നമ്മൾ കടന്നാൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് പാടാം. അപ്പോൾ അത് നമുക്ക് ചോറുന്നതിന് ശേഷം ഇതാക്കണം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് നല്ല വൃത്തിക്ക് എന്തെല്ലോ ഇവിടെ വെക്കാനുണ്ട്. ഇത് വേറെ വീഡിയോയിൽ കാണിച്ചാൽ ഇവിടെ ഇങ്ങനെ നല്ല വൃത്തിയിലൊരു വേണമെങ്കിൽ മിസ്റ്റർ ബീസ്റ്റും മറ്റേവരെല്ലാം ആക്കുന്ന പോലെ നമുക്കൊരു ഇതന്നെ ആക്കി കളയുന്നുണ്ട്. നമ്മളെ ആ സീക്രട്ട് റൂം പോലെ ഇവിടെ ആക്കാം, സെറ്റാക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ആക്കാൻ പറ്റും, സീക്രട്ട് റൂമും അതൊക്കെ. നിങ്ങൾ എക്കോ വെക്കുന്നുണ്ട് എടാ. ഹലോ ഗമപ ഗരിസ സാരി രേ 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 ധനിത ധനിത പദ പ തപ സാ പദ പ സാ പദ പ മരെ ഗ സാ സാരെ രേ ഗ ഗ മ മ പ പ ധ പ മ ഗ രി സാ രേ രേ ഗ ഗ മ മ പ പ ധ പ മ ഗ രി സാ രേ രേ ഗ ഗ മ മ പ സാ രേ രേ ഗ ഗ മ മ പ സാ രേ രേ ഗ ഗ മ മ പ. അവരെക്കോ നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഞാനൊരു വൃത്തിയാക്കിയാണല്ലേ എന്നേ. അപ്പോൾ നമുക്ക് പണി കണ്ടിന്യൂ ചെയ്യാം. അമ്മേ മറന്നുപോയി, ഞാനിവിടെ വൃത്തിയാക്കാനല്ലേ വന്നിന്. ഈ ഗോട്ടി താഴേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. മുകളിലേക്ക് എടുത്ത് താഴേക്ക് ഇടാൻ പോകും. അതുകൊണ്ട് ഗൈസ് പൊന്തി ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ട് അത് സീനായി. ഹലോ ഗൈസ്,
ഗൈസ് നിങ്ങൾ നേരത്തെ കണ്ടത് ഞാൻ എറിഞ്ഞതാ, ഫോൺ എറിഞ്ഞിട്ട് ഞാൻ മേലെ മാച്ച് എറിഞ്ഞതാണ്. ഇതാ നമ്മളെ സംഭവം തേച്ചും കഴിഞ്ഞു. പിന്നെ നേരെ ചോറിലേക്ക് നല്ല ഡൂപ്ലി സാമ്പാറും ചോറും വെള്ള പപ്പടവും കൂട്ടി ഒരടിയം കടിച്ചാല. ഈ സാമ്പാർ ഇങ്ങനെ കുഴച്ച് ഭയങ്കര ചൂടുണ്ടേ, ഇങ്ങനെ കുഴച്ച് ഇവിടെ നിന്നൊരു 2 കഷ്ണം പപ്പടം ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇതാക്കി വെതറിയിട്ട് വെതറിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ചൂട് മാറാൻ കുറച്ച് സമയം ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ നോക്കേ അമ്മയാക്കി തരുന്ന സാധനത്തിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ ഇതിങ്ങനെ കൂട്ടിയിട്ട് പപ്പടം 2 ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ഗൈസ് ഞാൻ തിന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോക്ക് കാണുന്നവരെ ബൈ.